നമസ്കാരം. BA-BSc തേർഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകത്തിലെ സർഗാത്മകത എന്ന ലേഖന പരമ്പരയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. 7ാമത്തെ ചാപ്റ്റർ വികാരവും ഭാവനയും എന്നതാണ്. 1798 പ്രസിദ്ധീകരിച്ച ഭാവാത്മക നാടോടി ഗീതങ്ങൾ ലിറിക്കൽ ബാലഡ്സിനെ കുറിച്ചാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞത്. ഇത് ഇംഗ്ലീഷ് കവിതയുടെ ചരിത്രത്തിൽ കാൽപ്പനിക വിപ്ലവം റൊമാൻറ്റിസിസം ഉണ്ടാക്കിയത് തന്നെ ഈ ലിറിക്കൽ ബാലഡ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. കോൾറിഡ്ജിന്റെ 4 കവിതയും വേർഡ്സ്വർത്തിന്റെ 18 കവിതകളുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഭയങ്കര തീക്ഷ്ണമായ അതിഭീകരമായ വിമർശനം ഈ ഒരു കൃതിക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഏറെയും വിമർശനങ്ങൾ വേർഡ്സ്വർത്ത് എന്ന കവിക്ക് എതിരെയായിരുന്നു. അതുകൊണ്ട് 1800 2ാം പതിപ്പ് വേണ്ടി വന്നപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു പ്രിഫേസ് ആമുഖം അദ്ദേഹം അതിനകത്ത് എഴുതി ചേർത്തു. പ്രസിദ്ധമായ ഈ ആമുഖത്തിൽ വേർഡ്സ്വർത്തിന്റെ കാവ്യ നിർവചനം ഉണ്ട്. ഏകാന്തതയിൽ അനുസ്മൃതമാകുന്ന വികാരമാണ് കവിത. പോയട്രി ഈസ് ആൻ ഇമോഷണൽ റിഫ്ലക്ഷൻ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ കൃത്രിമത്വം ഒട്ടുമില്ലാത്ത സ്വഭാവ രീതികളാണ് ഗ്രാമീണ ജനതയിൽ ഉള്ളത്. അപ്പോൾ അവരവരുടെ വികാരങ്ങളെ നൈസർഗികമായി പ്രകാശിപ്പിക്കുന്നു. അതാണ് കവിതയും ചെയ്യേണ്ടത്. എന്നാൽ നാഗരികർ നൈസർഗികതയെ ഉപേക്ഷിച്ചിട്ട് കൃത്രിമമായ ആചാരങ്ങളിലും കൃത്രിമമായ ഉപചാരങ്ങളിലും വാക്കുകളിലുമൊക്കെയാണ് അഭയം തേടുന്നത്. അവരുടെ വികാര പ്രകടനങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവികതയില്ല. അവ വെറും നാട്യങ്ങൾ മാത്രമാണ്. നാട്യപ്രധാന നഗരം എന്ന് നമ്മുടെ മലയാള കവി പാടിയതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി നഗരവൽക്കരണവും പുതിയ പരിഷ്കാരങ്ങളും ഉണ്ടായി. അതിന് എതിരായിരുന്നു വേർഡ്സ്വർത്ത്. ശാസ്ത്രത്തിന്റെ വളർച്ച കൂടുമ്പോൾ മനുഷ്യന്റെ നന്മ ഇല്ലാതാകും എന്നാണ് വേർഡ്സ്വർത്ത് ചിന്തിച്ചത്. മനുഷ്യ പ്രകൃതിയെ അതിന്റെ വിശുദ്ധമായ നഗ്നതയിൽ ആവിഷ്കരിക്കുകയും അതിനെ ദർശിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വികാരങ്ങളുടെ പെട്ടെന്നുള്ള കുത്തൊഴുക്കാണ് അല്ലെങ്കിൽ കവിഞ്ഞൊഴുക്കാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നാണ് അദ്ദേഹം കവിതയെ നിർവചിച്ചത്. ഇനി അതിന്റെ ആ ഒരു ഡെഫിനിഷന്റെ വൈരുദ്ധ്യത്തെ അദ്ദേഹം കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. കവിത തീവ്രവികാരങ്ങളുടെ കുത്തൊഴുക്കാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അത് ഏകാന്തതയിൽ അനുസ്മരിക്കുന്ന ചില വികാരങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു പവർഫുൾ ഫീലിങ്സിന്റെ കുത്തൊഴുക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണോ മനസ്സിൽ അത് രൂപം കൊള്ളുന്നത് അതേപടിയിൽ അത് കവിതയിലേക്കും വരുന്നു. ഗ്രാമീണ ജനതയുടെ ആഡംബരമൊന്നുമില്ലാത്ത ലളിതമായ ഭാഷയാണ് കവിതയ്ക്ക് വേണ്ടതെന്ന് വേർഡ്സ്വർത്ത് പറയുന്നു. ഇനി ഭാവന എന്ന 2ാമത്തെ കാര്യത്തെക്കുറിച്ച്, അതായത് കോൾറിഡ്ജ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിനാണ്. സാമുവൽ ടൈലർ കോൾറിഡ്ജ് ഇംഗ്ലീഷ് കവിതയുടെ ചരിത്രത്തിലെ കാൽപ്പനിക യുഗത്തിലെ പ്രശസ്തനായ കവിയും കാവ്യചിന്തകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിയ ലിറ്ററേറിയ എന്ന ഒരു ഈഡിറ്റ ഗ്രന്ഥം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജർമ്മൻ തത്വചിന്തയാണ് അദ്ദേഹം കൂടുതൽ അതിനകത്ത് പരിചയപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് വിമർശകന്മാരിൽ തത്വചിന്തയുടെ പശ്ചാത്തലം ഇത്രയും അളവിൽ കോൾറിഡ്ജിനെ പോലെ മറ്റൊരാൾക്ക് ഇല്ല. ഭാവന അദ്ദേഹം 2ആയിട്ട് വേർതിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു, പ്രാഥമിക ഭാവനയെന്നും ദ്വിതീയ ഭാവനയെന്നും. പ്രാഥമിക ഭാവന എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യരിലും അതുണ്ടാവും. എന്നാൽ ദ്വിതീയ ഭാവന കലാകാരന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ദ്വിതീയ ഭാവന അതുപോലെ എന്താണ് സർഗാത്മക ഭാവനയും കൂടെയാണ്. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് ഭാവനയെ ഞാൻ പ്രാഥമികമെന്നും ദ്വിതീയമെന്നോ പരിഗണിക്കുന്നു. മനുഷ്യന്റെ എല്ലാ അറിവിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രാഥമിക ഭാവനയാണ്. എന്നാൽ ദ്വിതീയ ഭാവന പ്രാഥമിക ഭാവനയുടെ ഒരു മാറ്റൊലിയാണ്. അത് ബോധ മനസ്സിനൊപ്പം സ്ഥിതി ചെയ്യുന്നു. അത് പ്രാഥമിക ഭാവനയ്ക്കൊപ്പമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അതിന്റെ വലിയൊരു അളവിലാണ് അതിന്റെ ധർമ്മം അത് നിർവഹിക്കുന്നത്. എല്ലാ സൃഷ്ടിക്കും ആധാരമായി നിൽക്കുന്നത് ദ്വിതീയ ഭാവനയാണ്. പ്രാഥമിക ഭാവന അറിയാനുള്ളതാണ്, ദ്വിതീയ ഭാവന ആവിഷ്കരിക്കാൻ ഉള്ളതാണ്. ബാഹ്യമായതിനെ ആന്തരീകരിക്കുകയും ആന്തരികമായതിനെ ബാഹ്യവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് ദ്വിതീയ ഭാവന. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഭാവനയെക്കുറിച്ച് കോൾറിഡ്ജ് പറഞ്ഞതെന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്തരമാണ് അവിടെ വരുന്നത്. ഇനി അദ്ദേഹം അവതരിപ്പിച്ച മറ്റൊരു തത്വമാണ് ഫാൻസി, കൽപ്പന. എന്നാൽ അതിനൊന്നും വലിയ മഹത്വം കൽപ്പിക്കുന്നില്ല, പുതുതായിട്ട് അതൊന്നും സൃഷ്ടിക്കുന്നില്ല, സ്ഥലകാല പരിമിതിയിൽ നിന്ന് അതൊന്നും മാറുന്നില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് ചില സ്മൃതി ചിത്രങ്ങളെ നമുക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ മാത്രമേ, നമ്മൾ എഴുതുന്നതിലേക്ക് കൂട്ടിച്ചേർക്കാൻ മാത്രമേ ഫാൻസി ഉപകരിക്കുന്നുള്ളൂ. മികച്ച കവിതയും പരാജയപ്പെട്ട കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് T.S. ഇലിയറ്റ് ചോദിക്കുന്നു. വിജയിച്ച ശ്രേഷ്ഠമായ കവിതയിലും കൽപ്പനയ്ക്ക് ഒരു വ്യതിരിക്ത ധർമ്മം നിറവേറ്റാനുണ്ടെങ്കിലേ കാവ്യമീമാംസയിൽ അതിന് പരിഗണന കിട്ടേണ്ടു. അപ്പോൾ അവിടെയും ഒരു വാദം, ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. വിജയിച്ച കവിതയിൽ കൽപ്പനയ്ക്ക് ഒരു വ്യതിരിക്ത ധർമ്മം നിറവേറ്റാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ധർമ്മം നിറവേറ്റുന്ന ഒരു കൽപ്പനയ്ക്ക് മാത്രമേ കവിതയ്ക്ക്, അങ്ങനെയുള്ള കവിതയ്ക്ക് മാത്രമേ കാവ്യമീമാംസയിൽ കൂടുതൽ പരിഗണന ലഭിക്കാവൂ എന്ന് T.S. എലിയറ്റ് പറഞ്ഞു. അപ്പൊ സർഗാത്മകത എന്ന ചാപ്റ്റേഴ്സ്
എന്ന ലേഖനം ഏതാണ്ട് 7 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇതിലെ എല്ലാ അധ്യായങ്ങളും ടീച്ചർ വിശകലനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതോടൊപ്പം പാഠഭാഗം വായിക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ അതിൽ മാർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് വായിക്കുക. അതിൻ്റെ കൃത്യമായ ഉത്തരം തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. 1 വേർഡ് ആൻസേഴ്സിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയട്ടെ. വിജയാശംസകൾ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.